ചിത്രമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ മഞ്ജുകുട്ടൻ, ഈ കൊല്ലത്ത് നടക്കുന്ന ആദ്യത്തെ സംഭവമല്ല ഇത്. സമാനമായിട്ടുള്ള സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. താങ്കൾ അടക്കമുള്ള ആളുകൾ അതിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഏത് നിലക്കാണ് ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോരോ സംഭവങ്ങൾക്ക് ശേഷവും അതിൽ ഇടപെട്ടിരിക്കുന്ന ഈ ഗുണ്ടകൾ ഏത് നിലക്കാണ് രക്ഷപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ടാണ് അവർക്കെതിരെയല്ല വീണ്ടും, അതായത് ഇത്തരം സംഭവങ്ങളിൽ ആക്രമകാരികളായിട്ടുള്ള ആളുകളെ തല്ലുന്ന ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെയല്ല രോഷമുണ്ടാകുന്നത്, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പെൺകുട്ടിക്കും ചെറുപ്പക്കാരനുമെതിരെയാണ് ജനരോഷം അല്ലെങ്കിൽ ആളുകളുടെ ബുദ്ധിമുട്ട് പിടിച്ച നോട്ടമുണ്ടാകുന്നത്? എന്ത് അനുഭവമാണ് താങ്കൾക്ക് ഇക്കാര്യത്തിലുള്ളത്? ഏത് നിലക്കാണ് ഇതെന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നത്? എനിക്ക് മുന്നേ സംസാരിച്ച മാഡം പറഞ്ഞതുപോലെയാണ് ഇതിനകത്ത് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അതായത് അസഹിഷ്ണുതയും അസൂയയും കൂടി ചേരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സദാചാര പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ ഇതിനു മുമ്പും ഒരു കൂട്ടം ചെറുപ്പക്കാർ, ഒരു പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനെ ഒരു മാളിൽ നിന്ന് പിടിച്ച് ഇത്തരത്തിലുള്ളൊരു സംഭവത്തിൽ ഞാൻ ഇടപെട്ടതാണ്. പക്ഷേ അപ്പോഴെല്ലാം കുറ്റക്കാരായി മാറുന്നത് ഇരയാവുന്നവരാണ്. ഇതിനകത്ത് പ്രധാന കാരണം എന്ന് പറയുന്നത് പോലീസിന്റെ സമീപനമാണ്. അതായത് അന്ന് തന്നെ ഈ കുട്ടിയെയും, ആദ്യം നടന്ന സംഭവത്തിൽ ഈ കുട്ടിയെയും അതേപോലെ തന്നെ ആ ചെറുപ്പക്കാരനെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പോലീസുകാരവരെ ചോദ്യം ചെയ്ത്, നിന്റെ എവിടെയാണ് പിടിച്ചത്, നീ എന്താണ് അവൻ്റെ കൂടെ വന്നത്, നീ എവിടുത്തുകാരിയാണ്, അങ്ങനെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള സമീപനങ്ങളുണ്ട്. അതുമാത്രവുമല്ല, ഇന്ന് ഈ വിഷയം ഉണ്ടായതിനു ശേഷം ഇത്ര വളരെ വ്യാപകമായി ഈ കുട്ടികളുടെ വീഡിയോ പ്രചരിച്ചതിന് ശേഷവും വാർത്തയായതിനു ശേഷവും അവിടുത്തെ ഒരു പ്രാദേശിക നേതൃത്വം, കമ്മീഷണർ അടക്കമുള്ളവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ പോലീസ് ഇതുവരെ കമ്മീഷണർ സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് തിരിച്ചു വരാം. അല്പസമയം കൂടെ താങ്കൾ ടെലിഫോണിൽ നിൽക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ശ്രീ മഞ്ജുകുട്ടൻ, ഈ താങ്കൾ നേരത്തെ പറഞ്ഞതുമായി ചേർന്ന് നിൽക്കുമത് ഈ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥലത്ത് ഇതിനു വേണ്ടി മാത്രമായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ ഒറ്റക്കൊരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ഉപദ്രവിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആൾ കൂടെ, അനീഷ് കൂടെ അങ്ങോട്ട് ചെന്നതോടുകൂടി അവരെ രണ്ടുപേരെയും ചേർത്ത് ദൃശ്യങ്ങൾ എടുക്കുക എന്നതാണ് സംഭവിച്ചത്. കൂടുതൽ ആളുകൾ അവിടേക്ക് വന്നു എന്ന് വെച്ചാൽ മദ്യപിച്ചിട്ടോ അല്ലാതെയോ ഈ പറയുന്ന സാഹചര്യങ്ങളെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഗുണ്ടാ സംഘം ഉണ്ടായിരുന്നു, സ്ഥിരമായിട്ട് അവിടെയുണ്ട്. താങ്കൾ നേരത്തെ 1-2 സംഭവ വികാസങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരിടമാണ് എന്നത് മുൻകൂട്ടി കണ്ട് നമ്മുടെ ക്രമസമാധാന പാലകർ ആ പ്രദേശത്തെ നിരീക്ഷണത്തിൽ വെക്കാത്തത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയൊക്കെ ചെയ്തു കളയാം, എന്നാലും ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ വരിക എന്ന ധാർഷ്ട്യത്തിലേക്ക് ഈ ഗുണ്ടകൾ എത്തുന്നതിന് ഉള്ള സാഹചര്യം എന്താണ്? ഈ പോലീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഇത്തരം ചില ക്രിമിനലുകളുടെ ഭാഗമാണ് സർ. അതായത് പല സംഭവങ്ങളിലും എനിക്ക് വ്യക്തമായി നേരിട്ട് ഇന്നലെ തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു സുഹൃത്ത് കരുനാഗപ്പള്ളി ACPയെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പരാതി തരാതെ എനിക്കൊരു നിവൃത്തിയില്ല, അതിനെക്കുറിച്ച് തിരക്കലല്ല എൻ്റെ ജോലി എന്നാണ് ACPയുടെ മറുപടി. അപ്പോൾ അത്തരത്തിൽ പോലീസുകാർ പോലും ഇത്തരത്തിലൊരു സദാചാര ഗുണ്ടകളായി മാറുന്ന കാലഘട്ടമാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പം അതായത് നമുക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന സംഭവം ഇത് തന്നെയാണ്. അതായത് പരാതിക്കാരിയായ കുട്ടികൾക്കെതിരെ കൗണ്ടർ കേസ് എടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് അവിടുത്തെ പോലീസ് മാറി. അപ്പോൾ കരുനാഗപ്പള്ളിലും മറിച്ചല്ല സംഭവം. ഈ സംഭവ സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു പോലീസിനെ ഇടാനോ അല്ലെങ്കിൽ അവിടെ ഒരു ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കാനോ ഇതുവരെ അധികാരികൾ തയ്യാറായിട്ടില്ല. ഈ പറയുന്ന കണക്ക് വളരെ വ്യക്തമായി എൻ്റെ സുഹൃത്ത് മുമ്പേ പ്രതികരിച്ച ഇരയായ കുട്ടി പറയുകയുണ്ടായി. അതായത് ഇവര് അവിടെ ചെല്ലുമ്പോൾ അവര് എങ്ങനെങ്കിലും ഈ ആളുകൾ കൂടുമ്പോൾ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കാരണം അതിനുവേണ്ടി പലപ്പോഴും കുറ്റം സമ്മതിക്കേണ്ടി വരുന്നു. അതായത് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങളെ വിടണം, ഞങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് അവിടുന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവർ കുറ്റം സമ്മതിക്കേണ്ടി വരുന്നു. ചിലപ്പോൾ കുറ്റം ചെയ്യാത്തവരാണെങ്കിൽ പോലും ആ സിറ്റുവേഷനിൽ അവർ കുറ്റം സമ്മതിക്കേണ്ടി വരുന്നു. അപ്പം ആ കുറ്റം സമ്മതിക്കുമ്പോൾ അത് മുതലെടുത്തുകൊണ്ട് വാട്സാപ്പുകളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു വലിയ ഒരു കൂട്ടം ഗുണ്ടകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നരമ്പ് രോഗികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ തെരഞ്ഞു പിടിച്ച്
പണക്കുറ്റി അടിച്ചു പൊട്ടിക്കുകയാണ് സാർ വേണ്ടത്. ഇവിടുത്തെ യുവജന സംഘടനകൾ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാട് വ്യക്തമാക്കണം. ഇത്തരത്തിലുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് കൈകാര്യം ചെയ്യുന്നതിൽ അതിനകത്ത് യാതൊരു തെറ്റുമില്ല. പോലീസ് ഇത് ചെയ്തില്ല എങ്കിൽ യുവജന സംഘടനകളും അതേപോലെ തന്നെ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും ഈ കാര്യം നേരെ കൈകാര്യം ചെയ്യുന്നതിൽ രംഗത്ത് വരണമെന്നാണ് എന്റെ വ്യക്തിപരമായ. ഞാൻ തിരിച്ചു വരാം മഞ്ജുകുട്ടൻ താങ്കളിലേക്ക്. ശ്രീമതി കെ ഷാഹിന കൊച്ചിയിൽ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീമതി ഷാഹിന, പരാതി തരാതെ പറ്റില്ല, പരാതി കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കാനാകൂ എന്നാണ് ഈ വിഷയത്തിൽ, കൊല്ലത്തെ ഈ വിഷയത്തിൽ പോലീസിന്റെ നിലപാട്. യഥാർത്ഥത്തിൽ രണ്ട് മനുഷ്യരുടെ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് അവരുടെ സമ്മതമില്ലാതെ ദൃശ്യങ്ങൾ പകർത്തുക എന്നൊരു കുറ്റം അവിടെയുണ്ട്. ഒപ്പം അവരെ മർദ്ദിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ച് തെറിവിളിക്കുന്നതും അതിനകത്തുണ്ട്. ഒരു പോലീസിന് വാട്സപ്പിലൂടെ ഈ കാര്യങ്ങൾ പ്രചരിക്കുന്ന ഘട്ടത്തിൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാനൊക്കെ ഇത് മതിയായ സംഗതികളല്ലേ? എന്തുകൊണ്ടാകണം ഇതുപോലൊരു സംഭവത്തിൽ കേസൊന്നും എടുക്കേണ്ടതില്ല, പരാതി കിട്ടുകയാണെങ്കിൽ ഇടപെടാം എന്ന നിലപാടിലേക്ക് പോലീസ് എത്തുന്നത്? ഷാഹിന, കേൾക്കാമോ? ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഫോണിൽ വിളിച്ചാൽ മതി, ഞാൻ തിരിച്ചു വരാം. എന്തുകൊണ്ടാണ് ശ്രീമതി പാർവതി അങ്ങനെയാകുന്നത്? അതായത് ഈ പോലീസ് ഇങ്ങനെ ഒരു മനോനിലയിലേക്ക് എത്തുന്നത്? പോലീസിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് ഈ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. പോലീസിന് എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ പൊതുവേദികൾ, ഇപ്പോൾ ഓണം പോലെയുള്ള ഒരു ആഘോഷ പരിപാടികളിൽ മാത്രം പൊതുജനം നിരത്തിറങ്ങിയാൽ അവർക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെയോ ഏതെങ്കിലും ഉത്സവത്തിൻ്റെയോ ഭാഗമായിട്ട്. അല്ലാതെ പൊതുവേ ജനം സന്ധ്യയ്ക്ക് ശേഷം വെറുതെ പോലും റോഡിൽ ഇറങ്ങുന്നവർക്ക് വലിയ ഒരു സമാധാന പ്രശ്നമാണ്. സിനിമയ്ക്കൊക്കെ പോയി കുടുംബമായിട്ട് വന്നാലും അവർ ചോദിക്കും എന്തിനാ വന്നത്, എന്തിനാ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് എന്തിൻ്റെ മൂറിങ്സ് ആണ് ഇത്? പണ്ട് മുതലേ ഈ അവരെ പഠിപ്പിച്ചതിൻ്റെ, അവരെ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ആണോ എന്നറിയില്ല. ഇത് നമ്മളുടെ രാജ്യമാണ്, നമ്മൾ ഇവിടെ ജീവിക്കുന്നവരാണ്. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ചിലപ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി നടന്നിരിക്കും, ചിലപ്പോൾ ആ പേയ്മെന്റിൽ ഇരുന്നിരിക്കും, വർത്താനം പറഞ്ഞിരിക്കും, മതിൽ കയറി ഇരുന്നിരിക്കും. ഇത് നമ്മൾക്ക് സംരക്ഷണത്തിന്റെ പ്രശ്നമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അതിന്റെ വാദം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന സംഭവം സംരക്ഷിക്കണം, അല്ലാതെ അവരെ അവരുടെ കൂടെ